എല്ലാവരും എത്തിയോളൂ. ശിവൻകുട്ടിയും കുഞ്ഞുമോനും തോമാച്ചനും ഒക്കെ എല്ലാരും ആയി. എന്നാ കേട്ടോളൂ, സംഗതി ആകെ ഗുരുതരാവസ്ഥയാ. 20 കോടിയോളം വില വരുന്ന നമ്മുടെ കഞ്ചാവ് ചാക്കുകൾ ആ ചെറ്റ മാരിയപ്പനും സംഘവും കടത്തിയിരിക്കുക. പുലിപറ്റപ്പാറ, അനങ്ങാക്കൊല്ലി, ചാമുണ്ടിക്കടവ്, പൂതംകുന്ന്, ഈ 4 വഴി കൂടിയായിരിക്കും മാരിയപ്പൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. രക്ഷപ്പെടുന്നതിന് മുമ്പ് മാരിയപ്പനെ പിടിച്ചില്ലെങ്കിൽ ചാമുണ്ടിക്കടവ് ഭാഗത്ത് പോലീസ് ശല്യമുള്ളതുകൊണ്ട് ആ വഴി സാധ്യതയില്ല. പൂതംകുന്നിലെ പുഴയിൽ വെള്ളം കയറിയതുകൊണ്ട് ആ വഴി കൂടെ രക്ഷപ്പെടില്ല. എങ്കിൽ പിന്നെ മറ്റു 2 സ്ഥലങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് ഉടനെ നീങ്ങണം. ആവശ്യത്തിനുള്ള ആയുധങ്ങൾ എടുത്തോളൂ. പിന്നെ അവിടെ ചെന്നിട്ട് ബോംബില്ല തോക്കില്ല എന്ന് പറഞ്ഞു കളയരുത്. ഇയാളൊന്നും വന്നേ. എന്റെ കൈയും കാലും കടന്ന് പറിക്കുന്നു. മാരിയപ്പൻ ഞാൻ എങ്ങനെ നേരിടും? അവൻ ചില്ലറക്കാരനല്ല. വേറെയും കുറെ പേരുണ്ടല്ലോ. ഭാർഗവം പോകണ്ട, അവരെ അയച്ചാ പോരെ. ഞാൻ പോകാതെ വല്ല തിരിച്ചറിയും സംഭവിച്ച സമാധാനം പറയേണ്ടവൻ ഞാനാ. ആരോട്? മുകളിലുള്ളവരോട്. അതാരാന്ന് ചോദിച്ചത്? അതാരോടെന്ന് അറിഞ്ഞാലും എന്റെ പ്രശ്നത്തിന് പരിഹാരമാവുമെന്നാണോ? ഭാർഗവന്റെ പ്രശ്നത്തിന് പെട്ടെന്നൊരു പരിഹാരം എന്റെ കയ്യിലില്ല. പെട്ടെന്ന് വേണമെന്നില്ല. ഫോറസ്റ്റിൽ എത്തുന്നവരെ ആലോചിക്കാൻ സമയമുണ്ടല്ലോ. അതിന് ഫോറസ്റ്റിലേക്ക് ഞാൻ വരുന്നില്ല. താൻ വരുന്നുണ്ടല്ലോ. വരുന്ന പ്രശ്നമേ ഇല്ല. താൻ വരും. തന്നെ ഞാൻ കൊണ്ടുപോകൂടോ. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നൂൽപാലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് വേറെ വഴിയില്ല. കണപ്പാ കേറ്. ഇവിടുന്ന് ഓരോ ചായ കുടിച്ചിട്ട് പോകാം. ഇറങ്ങിക്കോ. കാട്ടിനകത്തോട്ട് കയറിയ പിന്നെ കുടിക്കാനൊന്നും കിട്ടുകയല്ല. ആ, എല്ലാവർക്കും ഒരേ ചായ എടുക്ക്. ജബ്ബാറേ, കണപ്പാ, ഡോക്ടർ എവിടെ? പോയി നോക്കണം. കണ്ണപ്പാ, ജബ്ബാറിന്റെ ആളിവിടെ ഉണ്ട്. പിടി പിടിയാന്. കിട്ടി കിട്ടി, ആളെ കിട്ടി. അയാളെന്തിനാ നമ്മുടെ കൂടെ വരുന്നേ? അയാള് നല്ല ഒരു ഡോക്ടറാ. എനിക്കൊരു ചെറിയ പനിയുണ്ടല്ലോ. പിടിവിട് പിടിവിട്. എന്തിനാ ഓടിയത്? ഞാൻ എന്നും ഓടാറുണ്ടല്ലോ. ഇത് പെങ്ങളുടെ മോതിരം മാറലായതുകൊണ്ട് ഓടാൻ സമയം കിട്ടിയില്ല. ഇപ്പൊ ആവശ്യത്തിന് ഓട്ടം കിട്ടി. ശരി, അപ്പൊ നമുക്ക് പുറപ്പെടാം. ഭാർഗവൻ,
കണ്ടോടോ ഡോക്ടറെ ഞങ്ങളുടെയൊക്കെ ജീവിതം. ആത്മധൈര്യം ഇല്ലാത്തവനോട് ഒരു രക്ഷയില്ലടോ. എനിക്ക് ആത്മധൈര്യം ഉണ്ടാക്കി താടോ കിഴങ്ങ, ഇല്ലെങ്കിൽ നമ്മൾ എല്ലാരും ചാവും. ധൈര്യം എന്താണോ? സാമ്പാറോ അവിയലോ മറ്റാണോ പറയുമ്പോ ഉണ്ടാക്കിത്തരാം. താൻ എന്ത് പിണ്ണാക്കാടോ അമേരിക്ക പോയി പഠിച്ചത്? ബിൻലാദനെ കൊണ്ടുപോവാ, ബുഷിനെ കൊണ്ടുപോവാ, എല്ലാവന്റെയും വട്ടുമാറ്റി തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? അതൊക്കെ എന്റെ വിവരക്കേട് കൊണ്ട് പറഞ്ഞു പോയതാ ഭാർഗവ. മാത്രമല്ല പഠിച്ചതുമല്ലോ ഓർമ്മിച്ചെടുക്കാൻ പറ്റിയ അവസ്ഥയാണോ ഇത്? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ധൈര്യം വേണ്ടി കിട്ടിയില്ലെങ്കിൽ നീ ജീവിതമില്ല. ഞാൻ മനഃശാസ്ത്രം പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്നെ കൊലക്ക് കൊടുക്കല്ലേ ഭാർഗവ. ഫ്രോയിഡിനും യൂങ്ങിനും മനഃശാസ്ത്രത്തെ പറ്റി എത്ര പുസ്തകം വേണമെങ്കിലും എഴുതാം. അവർക്കാർക്കും ഈ അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. എന്റെ അവസ്ഥ ഭാർഗവ, പ്രായമായ അമ്മയുണ്ട്, പെങ്ങളെ കല്യാണം കഴിപ്പിച്ചേക്കണം. വയസ്സുകാലത്ത് എനിക്കും കല്യാണം കഴിക്കണമെന്ന് മോഹം ഉണ്ടായിപ്പോയി. കൈവിട് ഭാർഗവ, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ ഭാർഗവ. ദൈവമേ, ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അവസാനമായിട്ട് ചോദിക്കാൻ, എനിക്ക് കാഞ്ചി വലിക്കാൻ ധൈര്യം തരാൻ എന്തെങ്കിലും വിദ്യ തണ്ടയിലുണ്ടോ? കാഞ്ചി വലിക്കണമെങ്കിൽ കാഞ്ചി വലിക്കാന്നുള്ള വിദ്യയുള്ളൂ. എന്റെ കൈ വിറയ്ക്കുന്ന താൻ കാണുന്നില്ലടോ. കൈ വിറക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. കേസ് പഠിക്കാൻ സമയം തരണം എന്ന് പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. അതിനൊക്കെ ഇനി എപ്പോഴാണോ സമയം? എല്ലാം കഴിഞ്ഞില്ലേ? രക്ഷപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടു. ഇപ്പൊ വെടിവെച്ചില്ലേ? അതിനുള്ള ധൈര്യം കിട്ടിയില്ലേ? പിന്നെന്താ പ്രശ്നം? അത് ഞാൻ അറിഞ്ഞോട് സംഭവിച്ചാണോ? ആണോ? ഈശ്വര, ഞാൻ എന്ത് സമാധാനം പറയും? ഹലോ, ഞാൻ ഭാർഗവനാണ്. ഇല്ല, മാരിയപ്പന്റെ നേരെ 6-7 വെടിയാൻ വെച്ചു. 1-2 കൊണ്ടു. പക്ഷെ അവൻ രക്ഷപ്പെട്ടു കളഞ്ഞു. രക്ഷപ്പെട്ടെന്നോ?
എന്ന് വെച്ചാൽ എന്റെ 20 കോടി പോയെന്നോ? സമ്മതിക്കില്ല ഞാൻ. പോയത് തിരിച്ചു പിടിക്കാതെ ജീവനോടെ എന്റെ മുമ്പിൽ താൻ വരരുത്. ഒന്നും രണ്ടുമല്ല, 20 കോടിയാണ്. ഭാർഗവ, തന്നെ ഞാൻ ചുട്ടുകരിക്കും. രാമനാഥനാ പറയുന്നത്.